പ്രിയ സഹപ്രവർത്തകരെ, നമ്മുടെ സൗഹൃദ കൂട്ടായ്മയായ ഇടത്തിൻ്റെ ഉദ്ഘാടനവും ഓണാഘോഷ പരിപാടികളുടെയും പ്രസക്ത ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാണുക, ആസ്വദിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ചില വിവരങ്ങൾ, ചില ആൾക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇപ്പം തന്നെ ഞങ്ങൾ ഒരുപാട് പേരെ അന്വേഷിക്കുമ്പോൾ നമ്പർ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പം ആമിന ബീഗം നമ്മുടെ പരിപാടികളാണ്. ആ ആളിൻ്റെ നമ്പർ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഇതുവരെ ഒരുപാട് പിടിച്ച് കിട്ടിയില്ല. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഈ നമുക്കെല്ലാം ഇതുപോലെ പരസ്പരം വിവരങ്ങൾ അറിയാനും നമ്മുടെ സന്തോഷങ്ങളിലും ദുഃഖത്തിലും എല്ലാത്തിലും മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അവരെ ആദരിക്കുന്നവരുടെ പേരും കൂടെ ഞാൻ വിളിക്കും. നല്ലൊരു പരിശീലനമായി 1993 ഞങ്ങളുടെ സർവീസിൽ വരുമ്പോൾ വളരെ ശുദ്ധമായ ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഭംഗിയായിട്ട് ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. എപ്പോഴും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമുക്കെല്ലാവർക്കും 2 മണിവരെ എല്ലാവർക്കും പരസ്പരം കാണാനും നമ്മുടെ സുഖദുഃഖങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും ക്ഷേമാന്വേഷണങ്ങൾ നടത്താനും ഒക്കെ ഉള്ള ഒരു വേദിയായി മാറിയിരിക്കുന്നു. ഇത് എന്നോടൊപ്പം വളരെ ഞാൻ വിഷയമായതുകൊണ്ട് തന്നെ ശ്രീ കോട്ടാത്തല മോഹനപ്രസാദനോടൊപ്പം പലപ്പോഴും ഇടയ്ക്കിടയിൽ പറയാറുണ്ടായിരുന്നു, എല്ലാവരും നമ്മുടെ ജീവനക്കാരെയും കൂടി കൂട്ടാൻ പരിശ്രമിക്കണം. പക്ഷെ അതിപ്പോൾ മണി മുരളി ഞാൻ ഒക്കെ കൂടെ പരിശ്രമിച്ച് ശ്രീ ജോർജ് സാർ ഉൾപ്പെടെയുള്ള എല്ലാവരും പരമാവധി കൂടെ ജോലി ചെയ്ത ജീവനക്കാരുടെ ഫോൺ നമ്പർ വാങ്ങിച്ച് ഞങ്ങൾ പരമാവധി ആളുകളെ വിളിച്ചു. 2-3 കമ്മിറ്റികൾ കൂടി അതിൽ നിന്നുമാണ് നമുക്ക് ഇത്രയും പേരെ സംഘടിപ്പിച്ചെടുക്കുവാൻ സാധിച്ചത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും ഈ നമ്മുടെ കൂട്ടായ്മയുടെ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ഇതൊരു ഓണസദ്യ മാത്രം കൊണ്ട് കഴിയുന്ന ഒരു കൂട്ടായ്മയല്ല. നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ മരണങ്ങളിൽ, നമ്മുടെ കല്യാണങ്ങളിൽ നമ്മളിൽ നിന്നും ഇപ്പോൾ തന്നെ ഇവിടെ വരാൻ സാധിക്കും. ഞാൻ സാറിനോട് നിർദ്ദേശിച്ചു. അങ്ങനെ ജയശ്രീ സാറ് അപ്പോഴത്തെ അവിടെ എന്റെ ഫംഗ്ഷൻ വന്നാണ്. ആ സാർ അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് സാറിന്റെ കസ്റ്റഡിയിലുള്ള എല്ലാവരുടെയും നമ്പർ അതിൽ ആഡ് ചെയ്യുകയും എന്നോട് പറഞ്ഞു കസ്റ്റഡിയിലായിട്ടുള്ള എല്ലാവരും അങ്ങനെ ആഡ് ചെയ്ത് ഒരു 150ഓളം നമ്പറുകൾ ആഡ് ചെയ്ത്
മോഡാണ് എല്ലാവരും. അപ്പൊ അത് അതിന്റെ കാര്യമില്ല, അത് അതിന്റെ കാര്യമുണ്ടോ അത് ഇനിയിപ്പോ എല്ലാവരും സഹായിക്കില്ല. അങ്ങനെ ഒരു നിലയ്ക്ക് പഠിച്ച് ഏകദേശം 2025 വരെ പോയി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ മണി 25 റിട്ടയർ ആകാൻ പോകുന്നു എന്നുള്ളത്. ഞാൻ മണിയാക്കി ഈ വിഷയം ചർച്ച ചെയ്ത് മണി പറഞ്ഞു ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്നാണ് പറയുന്നത്. ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞു. ഞാൻ ഈ വിഷയത്തിൽ മണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾ മണി റിട്ടയർ ആയ ഉടനെ നമ്മുടെ സീനിയേഴ്സായിട്ട് ആലോചിച്ചു. അപ്പം സീനിയേഴ്സ് എല്ലാം കച്ചവടി കാണിച്ചു. അപ്പം ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു ജീവൻ വെച്ച് പിന്നെ ഒരു കൂട്ടായ്മയിലുള്ള ഒരു പോക്കായി. എന്തായാലും നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഹരിസാറും ജോർജ് സാറും സുധീർ സാറും നമ്മുടെ സനൽ സാറും നമ്മൾ 4 പേര് മെയിനായിട്ട് എടുത്തു പറയേണ്ട ആൾക്കാരാണ്. ഇവർ 4 പേരും കൂടെ വളരെ ശക്തിയായി സനൽ സാറിനെ ഒരു ഡെയിലി ഒരു 10-50 നമ്പർ അദ്ദേഹം ആഡ് ചെയ്തിട്ട് കൈ കഴിച്ച് കുറച്ച് എഴുതി ഞാൻ കുറെ അടിയും. അങ്ങനെ ജോർജ് സാറ് ഹരി സാറ് എല്ലാവരും കൂടെ വളരെ ശ്രമിച്ച് ഞങ്ങളെ 250 നമ്പേഴ്സ് ആഡ് ചെയ്തു. എന്തായാലും നമ്മുടെ സീനിയേഴ്സ് ഇടപെട്ടപ്പോഴത്തേക്ക് പിന്നെ മിന്നൽ ദേവമാണ് ഈ ഗ്രൂപ്പിന്. പിന്നെ അതിന് മിന്നൽ ദേവം കൈവരിച്ച് അത് ഈ ഒരു അവസ്ഥയോട് വരാനായിട്ട് എല്ലാവരും ശ്രമിച്ച് എല്ലാവരും ഞാൻ ഓർമ്മിക്കുകയാണ്. എന്തായാലും ഇനി ഭാവിയിൽ നമ്മുടെ ഈ ഗ്രൂപ്പിന് പലവിധ ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള കരുത്തും കഴിവുണ്ടാകുമെന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളെ ഭാവി വാഗ്ദാനം. നിക്ക് വേണ്ട സാറേ, വേണ്ട സാറേ.